ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ അനിമി ഫ്രണ്ട് മലയാളം. ഇന്ന് നമ്മൾ ആക്ഷനും ഫാന്റസി നിറഞ്ഞ Damsel conquers the Dragon Emperor എന്ന അനിമി സീരീസിന്റെ മൂന്നാമത് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാസ്റ്റ് സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ക്യാമറയും സീഗിനെ കണ്ട ആ ദിവസം അത് അവൾ ഓർക്കുകയായിരുന്നു. പ്രസന്റിൽ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണ്. അവരോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ കയ്യിലെ വിലങ്ങ് അഴിക്കുന്നു. അവർ അത്ഭുതത്തോടെ നോക്കി. അവൾ അവളുടെ വിലങ്ങുകൾ അഴിച്ചു കൊടുത്തു. അതിനുശേഷം അവൾ പറഞ്ഞു, ഞാൻ ആരാണ് എന്ന് അറിയുന്നതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. എന്നാൽ നമുക്ക് കുറച്ച് ജോലി ഇപ്പോൾ ചെയ്യാനുണ്ട്. തുടർന്ന് കമീലിയ പറയുന്നു, ഇവർ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർക്കസിന്റെ മകളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഹാർബർ മൊത്തം അവരുടെ കൈവശമാക്കുകയും ചെയ്തു. സിക് ചോദിക്കുന്നു, എല്ലാം ശരി തന്നെ, എന്നാൽ എന്തിനു വേണ്ടി അവർ നമ്മളെ പോലെ വേഷമിടണം? കെമിലിയും അത് തന്നെ പറയുന്നു. സ്പിയർ പറയാൻ തുടങ്ങും, നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന സോൾജേഴ്സ് പറഞ്ഞത് ഹേഡിസ് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് ഇതെല്ലാം ചെയ്തത്. അതിന് കെമിലിയ പറയുന്നു, മാർക്കസ് തന്റെ പ്രൈവറ്റ് സോൾജേഴ്സിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെയുള്ള സോൾജേഴ്സിനെ ആക്രമിക്കും. എന്നിട്ട് ഞങ്ങളെയും ഇവിടുന്ന് ഓടിച്ചുവിടും. ഇതെല്ലാം ചെയ്തത് എംബറർ കൊണ്ടുവന്ന കൊച്ചായതുകൊണ്ട് എംബറിന്റെ തലയിൽ ഇതെല്ലാം വരും. അതല്ലാതെ സ്പിയർ മരിച്ചാൽ മാർക്കസിന് കൂടുതൽ പവർ കിട്ടും. മാർക്കസ് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും. കമീലിയ പറയുന്നു, എല്ലാം ശരി തന്നെ, ഇതിനെല്ലാം ഓർഡർ കൊടുത്തു എന്ന് പറയുന്ന അവളെ ഇപ്പോൾ അവളുടെ മുറിയിൽ കാണുവാനില്ല അല്ലേ കാട്ട്? അപ്പോൾ കാട്ട് പറയുന്നു, അതെ, അവളെ ഇപ്പോൾ അവിടെ കാണുവാനില്ല, എന്നെയായിരുന്നു അവിടെ പാറാവ് നിർത്തിയിരുന്നത്. അപ്പോൾ സ്വേക്കും കമീലിയും പറയുന്നു, അപ്പോൾ അവൾ ഓർഡർ ചെയ്തു എന്ന് പറയുന്നത് കള്ളമാണ്. കമീലിയ പറയുന്നു, ഇതുകൊണ്ടെല്ലാം ലാഭമുള്ളത് മാർക്കസിന് മാത്രമാണ്. സ്പിയറും അത് സമ്മതിക്കുന്നു. അവന്റെ ഈ പ്ലാൻ വിജയിച്ചാൽ നമ്മളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചുവിടും. സിക് പറയുന്നു, നമുക്കിത് എംബററിന്റെ അടുത്ത് പറഞ്ഞാലോ? എമിലിയ പറയുന്നു, അദ്ദേഹം വിശ്വസിക്കില്ല. അപ്പോൾ സ്പിയർ പറയുന്നു, എങ്കിൽ ഞാൻ പോയി പറയാം. അതുവരെ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. തുടർന്ന് സ്പിയർ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, വേണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പൊക്കോളൂ, ഇതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഹീറോയിൻ ചിന്തിച്ചിട്ട് പറയുന്നു, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നത്. പാസ്റ്റിൽ കമീലിയ ഇങ്ങനെ തന്നെയാണ് അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയത്. ശേഷം സ്പിയർ മരിച്ചു പോകും. ശേഷം ഹീറോയിൻ പറയുന്നു, നിങ്ങളൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട, ഇവിടെ ഇനി ആരും മരിക്കാൻ പോകുന്നില്ല. എംബറർ കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണെന്ന് പറഞ്ഞില്ലേ, അത് ഞാനാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെ കണിയിൽ അകപ്പെട്ടതാണ്. എന്നാൽ എതിരാളികൾക്കറിയില്ല ഞാൻ എവിടെയാണുള്ളത്. അപ്പോൾ സീക്കും കെമിലിയും പറയുന്നു, അപ്പോൾ നീ ഞങ്ങളെ രക്ഷിക്കുമല്ലേ? അപ്പോൾ ഇത് വളരെ രസകരമായിരിക്കും. ഹീറോയിൻ സ്പിയറിനോട് പറയുന്നു, നീ മരിച്ചാൽ ഞങ്ങളുടെ മിഷൻ ഫെയിൽ ആകും. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും മരിക്കാൻ സമ്മതിക്കുകയില്ല. നീ എനിക്കൊരു സഹായം ചെയ്യണം. നീ നിന്റെ അച്ഛൻ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിക്കണം. ഈ സഹായം നീ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ഉറപ്പായിട്ടും മരിക്കും. സ്പിയർ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നത്? ഞാൻ നിന്റെ എതിരാളിയല്ലേ? നീ കരുതുന്ന പോലെയൊന്നും ഞങ്ങൾക്കിടയിലില്ല. ഞങ്ങൾക്കിടയിലുള്ളത് ഒരു ഉടമ്പടി മാത്രമാണ്. ഇതെല്ലാം ഒരു സാഹചര്യം വെച്ചാൽ സംഭവിച്ചതാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് ലോയലായിരിക്കും. അവിടെ കട്ട് ചെയ്താൽ ഹീറോയിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ എവിടെയാണെന്നറിയില്ല, എന്നാൽ സേഫ് ആയിരുന്നാൽ മതി. അതിനുശേഷം മാർക്കസിനെ കുറിച്ചാണ് ഹീറോ പറയുന്നത്. അവനെ ഞാൻ കാണാതെ പോയവരെ കണ്ടെത്താൻ വേണ്ടിയാണ് വെച്ചിരുന്നത്. അവൻ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവന്റെ പ്രശ്നം അവസാനിച്ചാൽ ബർബാഗം എന്റെ അധീനതയിൽ വരും. സ്പിയർ അവളുടെ അച്ഛൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് എനിക്കറിയത്തില്ലാത്തത്. ഇവിടെ കട്ട് ചെയ്താൽ ഹീറോയിൻ സ്പിയറിന്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്നെ വിശ്വസിക്കുന്നുവോ? സ്പിയർ പറയുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, ഞാൻ നിന്നെ എന്റെ മുഴുവൻ ബലവും കൊടുത്ത് സംരക്ഷിക്കും. ഫാമിലിയും സിക്കും അവിടെ പറയുകയാണ്, അവളുടെ പ്രായത്തിനും അവളുടെ വാക്കിനും തമ്മിൽ ഒരു ബന്ധമില്ല. തുടർന്ന് ഹീറോയിൻ പറയുന്നു, മാർക്കസിന്റെ സോൾജേഴ്സിന് മുമ്പ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൂവ് സ്റ്റാർട്ട് ചെയ്യും. സിക് ചോദിക്കുന്നു, നമ്മൾ ഈ വെപ്പൺസ് എല്ലാം എടുത്താലും അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വടക്കുള്ള സോൾജേഴ്സിനെ ആദ്യം മോചിപ്പിക്കും. ഹീറോയിൻ പറയുന്നു, എന്നാൽ അവരിപ്പോൾ എവിടെയുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ, എന്നാലേ നമുക്ക് ആൾബലം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ കാറ്റ് പറയുന്നു, എനിക്ക് തോന്നുന്നത് അവർ ചർച്ചയ്ക്കുണ്ടെന്നാണ്. എന്നാൽ അവരിൽ കുറെ പേർക്ക് ഇപ്പോൾ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സോൾജേഴ്സ് നമ്മുടെ കൂടെ യുദ്ധം ചെയ്യുമെന്ന കാര്യം നിശ്ചയമാണ്. ഹീറോയിൻ ചിന്തിക്കുന്നു, എന്നാൽ ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. ഞങ്ങൾക്ക് വഴി കാട്ടും. സീക്കിനോടും കമീലിയോടുമായി നിങ്ങളാണ് ഇവളെ സംരക്ഷിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്കുള്ള വഴി തുറന്നു തരാം. അപ്പോൾ അവർ ചോദിക്കുന്നു, നീ എങ്ങനെ ഞങ്ങൾക്കുള്ള വഴി ഉണ്ടാക്കും? അപ്പോൾ ഹീറോയിൻ പറയുന്നു, അതെങ്ങനെയെന്നു ഇതാ നോക്ക്. അവൾ ആ ചുമരിൽ ആഞ്ഞിരിക്കുന്നു. എനിക്ക് ഡീമൻ സർജൻ എന്നൊരു പേരുമുണ്ട്. അതിന് കാരണം നിങ്ങളാണ്. ഹീറോയിൻ അവരോടായി പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളെ മിഷനിൽ ഫോക്കസ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ കട്ട് ചെയ്താൽ ചർച്ചിൽ അടച്ചിട്ടിരിക്കുന്ന സോൾജേഴ്സിനെയാണ് കാണിക്കുന്നത്. അവരെ രക്ഷിക്കുന്നതിനായി ഹീറോയിൻ അവിടേക്ക് വരും. അപ്പോൾ സ്പിയറും കമീലിയും സിക്കും ഫ്രണ്ടിലെ വാതിലിലൂടെ ഹീറോയിനെ നിരീക്ഷിക്കുവാനായി റേവും അവിടെ വെക്കുന്നു. ഹീറോയിൻ സോൾജേഴ്സിനോട് സംസാരിക്കുന്നു, ഇതെല്ലാം ചെയ്തത് മാർക്കസ് ആണ്, ഞാനല്ല. ഇപ്പോൾ നമ്മൾ മാർക്കസിനെ എതിർത്ത് നിൽക്കണം. എല്ലാവരും യുദ്ധത്തിന് തയ്യാറാകും. ശേഷം ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോ വിചാരിക്കുന്നു, ഇപ്പോഴത്തേക്ക് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടേക്ക് റേവ് ഇപ്പോൾ വടക്ക് ദേശം മുഴുവൻ അവളുടെ കൺട്രോളിലാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു,
റേവ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റേവ് പറയുന്നു. നിന്റെ വൈഫിനും മാർക്കസിനും തമ്മിൽ ഇപ്പോൾ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ റേവിനോട് ചോദിക്കുന്നു, നീ അവിടെ എന്തെടുക്കുകയായിരുന്നു? അപ്പോൾ റേവ് പറയുന്നു, ഞാൻ അവളെ അവിടെ ചെയർ ചെയ്യുകയായിരുന്നു. ഇത് കേട്ട ഹീറോ പറയുന്നു, നീ ഡ്രാഗൺ ദൈവമാണെന്ന് പുറത്തൊന്നും പോയി പറയില്ല. ശേഷം ഹീറോ തുടർന്ന് പറയുന്നു, മാർക്കസ് ചെയ്യുന്ന പ്രവർത്തികൾ കാരണം ഈ നാടിന് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ഊഹമനുസരിച്ച് ഒരു കോടി രൂപയെങ്കിലും അത് വരും. പെട്ടെന്ന് അവിടേക്ക് 2 സോൾജേഴ്സ് വരുന്നു. അവർ പറയുന്നു, മാർക്കസ് ബെൽ നിങ്ങളെ സംരക്ഷിക്കുന്നതിനായി അയച്ചതാണ് ഞങ്ങളെ. ഹാർബറിൽ നടക്കുന്ന പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതിരിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ മുട്ടുമടക്കും. അവിടെ കട്ട് ചെയ്താൽ എല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അവിടെ ഒരാൾ ഹീറോയിനെ ബൈനോക്കുലർ ഉപയോഗിച്ചു നോക്കും. ശേഷം അവൻ ചിരിക്കുന്നു. അപ്പോൾ ഹീറോയിനോട് അവിടുത്തെ സോൾജേഴ്സ് പറയും, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇവിടെയുള്ള വഴികളെല്ലാം അടച്ചിരിക്കുന്നു. അപ്പോൾ പുറത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു, നമ്മൾക്ക് എന്തുകൊണ്ടൊരു ഡീൽ സംസാരിച്ചുകൂടാ? ആ കൊച്ചു പെണ്ണിനെ പുറത്തേക്ക് വിട്, നിങ്ങളെല്ലാവരെയും ജീവനോടെ വിടാം, അല്ലെ ഞങ്ങൾ ഈ ചർച്ച കത്തിക്കും. ഹീറോയിനോട് അകത്തുള്ള സോൾജേഴ്സ് ചോദിക്കുന്നു, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഹീറോയിൻ അവരോട് പറയുന്നു, ഇവനാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇവനെ അടിച്ചിരുന്നത്. അപ്പോൾ കമീലിയ പറയുന്നു, അത് വളരെ ഡേഞ്ചറാണ്, നിങ്ങൾ വിശ്വസിക്കൂ. ശേഷം കമീലിയയുടെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നു. അതിനുശേഷം ഹീറോയിന്റെ കൈകൾ ബന്ധിച്ച് കാറ്റ് അവളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഹീറോയിൻ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ക്യാപ്റ്റൻ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് അവനെ ഹീറോയിൻ അടിച്ചിടുന്നു. ഹീറോയിൻ ക്യാപ്റ്റനെ പിടിച്ചു വെച്ചിട്ട് അവൻ്റെ സോൾജേഴ്സിനോടായി പറഞ്ഞു, നിങ്ങളുടെ ക്യാപ്റ്റനെ ജീവനോടെ വേണമെങ്കിൽ സറണ്ടർ ആയിക്കൂ. ക്യാപ്റ്റൻ പറയുന്നു, ഇവൾ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ട, ഇവളെ നിങ്ങൾ ആക്രമിക്കും. പെട്ടെന്ന് ഹീറോയിൻ തന്നെ മാജിക് യൂസ് ചെയ്ത് അവരെ എല്ലാവരും അടിച്ചിടുന്നു. ഹീറോയിൻ വീണ്ടും പറയുന്നു, എല്ലാവരും സറണ്ടർ ആകും. ക്യാപ്റ്റൻ പറയുന്നു, സറണ്ടർ ആകുന്നതൊന്നും ഞങ്ങളുടെ പ്ലാനില്ല. പെട്ടെന്ന് അവിടേക്ക് ഒരു സോൾജർ വന്നിട്ട് പറയുന്നു, ക്യാപ്റ്റൻ, നമ്മുടെ ഷിപ്പ് മുഴുവൻ തകർന്നിരിക്കുകയും. ഹീറോയിൻ പറയുന്നു, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ, ഞങ്ങളുടെ അടുത്തൊന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, ഇതെല്ലാം നിന്റെ പ്ലാനല്ലേ? എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു പ്ലാനും കൂടെ. അപ്പോൾ ചർച്ചിനുള്ളിൽ നോക്കിയാൽ ഫാദർ സ്പിയറിനെ കൊല്ലുവാൻ കത്തിയുമായി വരും. എന്നാൽ അത് സിക്ക് തടയും. ശേഷം അവൻ പറയുന്നു, ഒരു വൈദ്യനെ കൊല്ലുവാൻ കത്തിയെടുക്കും, നമ്മുടെ ലോകം നശിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സീക്കും കമീലിയും പറയുന്നു, നമ്മൾ സ്പിയറിനെ രക്ഷിച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ ചിന്തിക്കുന്നു, ഇനിയിപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ക്യാപ്റ്റൻ പറയുന്നു, ഞാൻ സറണ്ടർ ആകുന്നു, എൻ്റെ കൂടെയുള്ളവരെ എല്ലാവരും വിട്ടേക്കും. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നു, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണ്? ക്യാപ്റ്റൻ പറയുന്നു, നിനക്ക് തന്നെ ഓൾറെഡി അറിയാമല്ലോ, അത് മാർക്കസാണ്. പെട്ടെന്ന് അവിടേക്ക് മാർക്കസ് വരുന്നു. മാർക്കസിന്റെ സോൾജേഴ്സ് അവിടെയുള്ള സോൾജേഴ്സിനെ കൊല്ലുന്നു. പെട്ടെന്ന് ക്യാപ്റ്റൻ, എന്നെ വിടൂ, ഞാൻ അവരെ പോയി രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഇവരെല്ലാം ജീവനോടെ ഇരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാൻ അവരെ രക്ഷിക്കാം. പെട്ടെന്ന് മാർക്കസ് അവളെ നോക്കി പറയുന്നു, എംബററെ പറ്റിച്ച പെണ്ണ് അത് നീയല്ലേ? കാണുവാൻ ചെറിയ കൊച്ചാണെങ്കിലും കേർട്ടോസിൽ നിന്ന് വന്ന ഒരു മന്ത്രവാദിനിയാണ്. ഹീറോയിൻ പറയുന്നു, മാർക്കസ്, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്, പക്ഷെ നീ ലേറ്റായി വന്നു. മാർക്കസ് പറയുന്നു, അല്ല, ഞാൻ ശരിയായ സമയത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളെ എല്ലാവരെയും കീഴടക്കേണ്ടതാണ്. അങ്ങനെ തന്നെ മുകളിൽ നോക്കിയാൽ ഒരു ഡ്രാഗൺ നിൽക്കുന്നു. എല്ലാവരും ചർച്ചയിൽ ഒളിക്കൂ, ഹീറോയിൻ പറയുന്നു. പെട്ടെന്ന് ഹീറോയിനെ നോക്കി ഡ്രാഗൺ ഫയർ ചെയ്യാൻ തുടങ്ങുന്നു. ഹീറോയിൻ ആലോചിക്കുകയാണ്, ഞാനിതിപ്പോൾ തടഞ്ഞാൽ അത് ചർച്ചിലടിക്കുമല്ലോ. പെട്ടെന്ന് ആ ഡ്രാഗൺ താഴെ ഇറങ്ങുന്നു. മാർക്കസ് ആ ഡ്രാഗനോട് അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ചർച്ചിന് മുകളിൽ ഹീറോ നിൽക്കുന്നത് കണ്ടു. ഡ്രാഗൺ അതിന്റെ എംബററെ കണ്ടാൽ മുട്ടുമടക്കുക തന്നെ ചെയ്യും, ഹീറോ അവരോട് പറഞ്ഞു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രമേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.